പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ, അതിനെ നേരിടാൻ നമ്മൾ എത്ര സജ്ജമായി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മുൻകാലങ്ങൾ നമ്മുടെ മുമ്പിലെ അനുഭവമാണ്. അതാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഒന്നല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ആ നിലയിൽ ഇത് ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്ത സാഹചര്യമാണ് ഇപ്പോൾ കള്ളാടിയിൽ സംഭവിച്ചത്. അപ്പോൾ അവിടെ ആ സംഭവത്തിൽ തെരച്ചിൽ നടത്തുന്നതിൽ, ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിലൊക്കെ വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ല, ഏകോപനമില്ല എന്ന വിമർശനം ഏറ്റവും അധികം കേൾക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഇന്നലെ മുഖ്യമന്ത്രി അവിടേക്ക് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങിയത്. തൊട്ടു മുമ്പിലത്തെ ദിവസം 2 മന്ത്രിമാർ ഹെലികോപ്റ്ററിൽ അവിടേക്ക് ചെന്നിരുന്നു. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ പ്രതികരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ, തെരച്ചിലിൽ, ഈ ദുരന്തത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു പ്രതിപക്ഷവും എന്നുള്ളതായിരുന്നു. അനാസ്ഥയെ സംബന്ധിച്ചുയരുന്ന ആക്ഷേപങ്ങളിൽ സർക്കാർ പരിശോധിക്കണം എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ നേരിട്ട് അവിടേക്ക് എത്തുന്നു. ജോഷില പറഞ്ഞതുപോലെ അവിടേക്ക് എത്തുന്നു, കാര്യങ്ങൾ നേരിട്ടും മനസ്സിലാക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നതോടുകൂടി അവിടെ ഉണ്ടായിട്ടുള്ള ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഏകോപനത്തിൽ, അതായത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കഴിയും വിധത്തിൽ മഴ കനക്കുന്നതിന് മുമ്പ് ജൂൺ മാസം 20-ന് ചേർന്നെടുത്ത തീരുമാനം, ഈ നിലയിൽ 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നീക്കം ചെയ്യണം എന്ന തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പായില്ല? അതിന് ഏകോപനത്തിൻ്റെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ട് അക്കാര്യങ്ങൾ പരിശോധിച്ചില്ല, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല, മേൽനോട്ടം വഹിച്ചില്ല എന്ന ചോദ്യമുണ്ട്. കരാറുകാർ അതേസമയം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാൻ തങ്ങൾ സന്നദ്ധരാണ്, അതിന് സ്ഥലം ഏറ്റെടുത്ത് തരണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് പറയുന്നു. അതിൻ്റെ വാടകയടക്കം, തറവാടകയടക്കം കൊടുത്തുകൊള്ളാമെന്നവർ പറയുമ്പോഴും അതിനുവേണ്ട സ്ഥലം, ഇത്രയധികം മണ്ണ് കൂട്ടിയിടാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് കഴിയാതെ പോയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് അതിനുശേഷം എന്നാൽ തൽക്കാലം മണ്ണ് മാറ്റേണ്ട എന്ന നിലയിലേക്ക്, ഒരു വിചിത്ര നിലപാടിലേക്ക് പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ പോയത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ പൊതുമരാമത്ത് മന്ത്രിക്ക് ഹാലിളകുന്നത് നമ്മൾ കണ്ടതാണ്. കരാറുകാരൻ്റെ കുഴപ്പമാണല്ലോ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നമ്മൾ കണ്ടതാണ്. മനുഷ്യനിർമ്മിത ദുരന്തമാണിത് എന്ന് പറഞ്ഞ മന്ത്രിമാർ മെല്ലെ ഇന്നലെ വന്നപ്പോൾ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അക്കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി എത്തിയതിന് പിന്നാലെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവിടെ എത്തുമ്പോൾ, അതിൽ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അനുഭവ പരിചയത്തിൽ നിന്നുകൂടി ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായി കേരളത്തെ ചേർത്ത് നിർത്തി പ്രതിരോധിച്ച് രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസവും നടത്തിയ ഒരു അനുഭവ തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ ഇന്ന് അദ്ദേഹം എന്താണ് അവിടെ വെച്ച് പറയാൻ പോകുന്നത്, മനസ്സിലാക്കിയിട്ട് വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പിഴവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി അവിടെ എത്തിയതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സന്ദർശനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും.